ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ രാവിലെ 6 മണിക്ക് എണീറ്റ് വന്നപ്പോൾ തന്നെ ആകാശത്ത് നോക്കുമ്പോൾ നല്ല ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അമ്പിളിയമ്മാവൻ. അപ്പോൾ നല്ല പൂർണ്ണ ചന്ദ്രനെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ രാവിലെ എണീക്കുമ്പോഴും ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ. പിന്നെ രാവിലെ എണീറ്റ് ഏട്ടൻ പിന്നെ വെള്ളമൊക്കെ നിറച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ കത്തിച്ചു. ഇതിപ്പോൾ രാവിലെ ഏട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് രാവിലെ തന്നെ വിളക്ക് കത്തിക്കുന്നത് ഒരു പതിവാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പണിക്ക് പോണത്. അങ്ങനെ ഏട്ടൻ്റെ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കാര്യങ്ങൾ ഇത് അവിടെ അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഇതാ കഴിക്കാനായിട്ട് നമ്മൾ ഗോതമ്പ് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കുറ്റി പുട്ടായിട്ടുണ്ട്. പിന്നെ ചാരുമോൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉലുവയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതവിടെ ഏട്ടൻ വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ പാൽ വാങ്ങിക്കാൻ പോയിട്ട് വന്നു. പാലൊക്കെ കൊണ്ടുവന്ന് ഇതാ അവിടെ ഞാൻ ചായ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചായയും പുട്ടും പിന്നെ പഴം വാങ്ങിയിട്ട് വന്നിട്ട് കേട്ടോ. ഇപ്പോൾ കടയിൽ പോയിട്ട് വന്നിട്ട് ഗോതമ്പ് പുട്ടിന് കറികളൊന്നും ഒഴിച്ചാൽ എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ. പുട്ടിന് പഴം കുഴപ്പവും ഉണ്ടാവില്ല. നമ്മൾ അരിപ്പുട്ടൊക്കെ ആകുമ്പോൾ കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ ഇങ്ങനെ കൈ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ പാല് കൊണ്ടുവന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോയപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ വെക്കുന്ന സമയത്ത് എല്ലാം കൂടെ കുത്തിത്തുരുക്കി വെച്ചിട്ടാണ് കേട്ടോ. സോസിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂടെ മറിഞ്ഞ് നമ്മുടെ സോയാ സോസിൻ്റെ കുപ്പിയൊക്കെ പൊട്ടി കയ്യിൽ കൂടെയൊക്കെ ആയിട്ട്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് കുപ്പിച്ചില്ലൊന്നും കയറിയില്ല. കയ്യിലൊക്കെ ഇങ്ങനെ സോസിൻ്റെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ തട്ടലും മുട്ടലും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ളത്. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് അല്ലേ, രാവിലെ എണീറ്റ് തിക്കും തിരക്കായിരിക്കും, ഓടുന്ന ഓട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ ചെയ്യും. അതങ്ങോട്ട് പണിയായിട്ട് മാറുകയും ചെയ്യും അല്ലേ. അപ്പോൾ വെത്തപ്പെടുമ്പോൾ ചെത്തപ്പെടുക എന്ന് പറയുന്നത് കേട്ടില്ലേ. അപ്പോൾ വെത്തപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാൽ ചെത്തപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ അതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ രാവിലെ പുട്ടുകളൊക്കെ ഇങ്ങനെ വേകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാൾ അതിൽ കൂടെ പോണ് കണ്ടില്ലേ, ഓരോരുത്തരായിട്ട് എണീറ്റ് വന്ന് പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അതപ്പോൾ ഏട്ടനും ചാരുമയും റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് ഇനി കഴിക്കാൻ കൊടുക്കണം. അവരിനി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളുമായിട്ട്, ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് ചിട്ടിക്ക് സ്കൂളില്ല, അതുകൊണ്ട് പതുക്കെ ഉച്ചക്കത്തൊക്കെ കാര്യങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു തിക്കും തിരക്കൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സമാധാനപരമായിട്ട് ഇതാ ഞാനിവിടെ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഒരു 1/2 കിലോ മത്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ച എന്തായാലും നമുക്കിവിടെ ഒഴിവുണ്ടായില്ല, ഇല്ലാത്തത് കൊണ്ട് ഇന്നിപ്പോൾ മത്തി വാങ്ങിച്ചു കേട്ടോ. അത് 1/2 കിലോനെ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ചാറ് വെക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ മീൻ നേരെയാക്കണത് കണ്ടിട്ട് ഇതാ നമ്മുടെ റോസി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റോസിനെ കാണിച്ചില്ല എന്നും പറഞ്ഞിട്ട് റോസിൻ്റെ ഫാൻസുകൾ കുറേ പറയുന്നുണ്ട്. റോസിക്ക് വരെ നമ്മുടെ വീഡിയോയിൽ കൂടെ ഫാൻസ് ആയിട്ടുണ്ടെന്ന് അറിയാമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ റോസിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മത്തിയൊക്കെ വാങ്ങിച്ച് അതൊക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കി വെടുപ്പാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ചാറ് വെക്കാനാണ് വാങ്ങിച്ചത്. ചിട്ടിക്കുട്ടി പറഞ്ഞു അമ്മ ചാറ് മാത്രം വെക്കണ്ട, ഓരോന്നെങ്കിലും വറുത്ത് താമാന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനൊരു 2 വെച്ചിട്ട് കേട്ടോ എല്ലാം ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 10-16 മീനുണ്ട്. ചെറിയ മീനാണ്, പക്ഷേ എന്നാലും 10-16 ഉണ്ടല്ലോ. അപ്പോൾ 2 കണക്കാക്കിയിട്ട് എല്ലാം ഒന്ന് വരഞ്ഞ് ഉപ്പും മുളകും വിനാഗിരി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വരഞ്ഞ് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഇതിപ്പോൾ എന്തിനോ വേണ്ടിയിട്ട് ഞാനിതാ കുളത്തിൻ്റെ അവിടെ പോയി നിന്നതാണ് കേട്ടോ. അപ്പോൾ മീനുകളിലെ കണ്ടപ്പോൾ എന്നാൽ തീറ്റ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പോയ വഴിക്ക് വേഗം തന്നെ എല്ലാം കൂടെ മേലെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഏട്ടൻ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോയതാണ് കേട്ടോ. എന്നാലും ആൾക്കാരനെ കണ്ടു വെച്ചാൽ വേഗം തന്നെ അത് മേലേക്ക് വരും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, വെള്ളം രാവിലെ മോട്ടറൊക്കെ അടിച്ച് വെള്ളം നിറച്ചത് കൊണ്ട് തന്നെ നിറയെ വെള്ളമുണ്ട്, പിന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനുകളിലെ കണ്ടാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ലേ, പലതരം മീനുകളുണ്ട് നമ്മുടെ കുളത്തിൽ. അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ അതിന് ശേഷം ഞാനിതാ അടുപ്പൊക്കെ കത്തിച്ച് ചോറിന് അരി ഇടാനായിട്ട് പോവാണ്, തീ ഇടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ തീ പിടിപ്പിച്ചിട്ടിട്ട് ഇനിയിപ്പോൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ മീൻ കറിക്കുള്ള ഉള്ളി നന്നാക്കലും മസാലകൾ റെഡിയാക്കലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അരി ഇട്ടിട്ട് അതിൻ്റെ പരിപാടികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കൂടെ 1-2 കൂട്ടുകാർ ഹായ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ലല്ലോ, ശനിയാഴ്ച വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം വെള്ളിയാഴ്ച ഒരു മപ്പ് പിടിച്ചൊരു ദിവസമായിരുന്നു, അന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ആ വീഡിയോസ് ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ. ഓരോ ദിവസവും കുറേശ്ശെ എടുത്ത് വെച്ചിട്ട് ഒരുമിച്ചിടാനുള്ളൊരു വീഡിയോ ആണ്. അതൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അത് എപ്പോൾ ഇടാൻ പറ്റുന്നൊന്നും അറിയില്ല, എന്തായാലും ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ഹായ് ചോദിച്ചത് നമ്മുടെ ഇമ്രാസ് കിച്ചണിലെ സെൽത്താത്തയും പിന്നെ വനജ ചേച്ചിയും ഹസീനയും, ഇവർക്ക് 3 പേർക്കുമാണ് കേട്ടോ ഇന്ന് ബിഗ് ഹായ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് വനജ ചേച്ചി. അപ്പോൾ 3 പേർക്കും ബിഗ് ഹായ് ഉണ്ട്. മീൻ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ഇത്തിരി മുളകുണ്ടല്ലോ, വറമുളക്, അത് നമ്മളിങ്ങനെ ചീനച്ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ തേങ്ങയും വറുത്ത വറമുളകും കൂടെ നല്ലോണം അരച്ചെടുക്കുക. അതിപ്പോൾ മിക്സിയിലാണെങ്കിലും ഗ്രൈൻഡറിലല്ല അമ്മിക്കല്ലിലാണെങ്കിലും അരച്ചെടുക്കുക. ഇപ്പം ഞാൻ അമ്മിക്കല്ലിലാണ് കേട്ടോ അരയ്ക്കാൻ പോണത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് നന്നായി അരച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ തേങ്ങയും മുളകും വറുത്തിട്ട് അരച്ച് നമ്മുടെ തേങ്ങ അരച്ച കറി, മീൻ കറി, മത്തിക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് ഞാൻ വല്ലപ്പോഴും ഒക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെറുതെ പച്ച തേങ്ങ അരച്ച് ഉണ്ടാക്കും. ഇടയ്ക്കൊക്കെ ഇതുപോലെയും ചെയ്യാറുണ്ട് കേട്ടോ, ഇതിനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ മീൻ കറിക്കുള്ള വറമുളകൊക്കെ വറുത്തെടുത്തു. പിന്നെ കുറച്ച് പച്ചത്തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊന്നും വറുത്തിട്ടില്ല. അത് നമ്മളിതാ ഇന്ന് അമ്മിയിൽ അരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ മിക്സി ഉള്ളവർക്ക് മിക്സിയിൽ അരയ്ക്കാം. പക്ഷേ അമ്മിയിൽ അരയ്ക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ അമ്മിയിൽ മുളകും തേങ്ങയൊക്കെ അരയ്ക്കാനായിട്ട് ആദ്യം കുറച്ച് മുളക് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് അരഞ്ഞ് വരുന്ന സമയത്താണ് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ മുളകൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മുളക് അങ്ങനെ ചതഞ്ഞ പോലെ ഓരോ ഇതായിട്ട് പീസായിട്ട് കിടക്കും. അപ്പോൾ മുളകൊക്കെ ഒരുവിധം നല്ലോണം അങ്ങോട്ട് അരഞ്ഞ് വരുന്ന സമയത്ത് ഇതാ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് രണ്ടും കൂടെ നീട്ടി വലിച്ചങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ. ഈ ഒരു തേങ്ങയും മുളകും കൂടെ അരയ്ക്കണ കാണുമ്പോൾ തന്നെ എനിക്ക് വായിലിങ്ങനെ വെള്ളം വരുന്നു കേട്ടോ. നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു ഇതാണല്ലേ, കളറും ഒരു മണവും അതുപോലെ തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് ചമ്മന്തിയാണെന്ന് തോന്നിപ്പോവും. പക്ഷെ നമ്മൾ പുളിയും ഉപ്പൊന്നും ചേർത്തിട്ടില്ല, വെറും വറമുളകും തേങ്ങയും മാത്രമേ ഉള്ളൂ. അതിന് തന്നെ ഒരു പ്രത്യേക മണമാണ് കേട്ടോ, നമ്മൾ കല്ലിൽ അരയ്ക്കണത് കൊണ്ടായിരിക്കും തോന്നുന്നു. അപ്പോൾ കല്ലൊക്കെ കുറേ കാലമായിട്ടാണ് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കണമൊന്നുമില്ല എനിക്ക്. പക്ഷേ കല്ലിൽ അരയ്ക്കുന്നത് ഇഷ്ടമാണ്. ഈ കല്ല് അത്രയ്ക്ക് മൂപ്പില്ലാത്തതുകൊണ്ട് ഈ കുഴവി ഉണ്ടല്ലോ ചെറുതായിട്ടിങ്ങനെ പൊടിഞ്ഞ് വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ അരയ്ക്കൽ നിർത്തിയതായിരുന്നു കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ അടിയിൽ ചെറുതായിട്ടൊരു മണ്ണ് വരുന്ന പോലെ, അതായത് മണലുണ്ടല്ലോ, അത് കല്ല് മൂപ്പില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അരയ്ക്കൽ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ അമ്മിയിൽ അരച്ച തേങ്ങയും മുളകൊക്കെ ഇട്ടിട്ട് കൂട്ടാൻ വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആഗ്രഹം തോന്നുന്ന സമയത്ത് അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് അങ്ങനെ അരച്ചിട്ട് വരും. അപ്പോൾ എപ്പോഴും നമുക്ക് അവിടെ പോകാനായിട്ട് പറ്റില്ലല്ലോ അല്ലേ, അവരും ഉപയോഗിക്കാണ്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വൃത്തിയാക്കി എടുത്താൽ അരയ്ക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതങ്ങോട്ട് വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. ഇതുപോലെ മുളകും മല്ലിയും തേങ്ങയും ഒക്കെ ഇങ്ങനെ അമ്മിയിൽ വറുത്തരച്ച അമ്മിയിൽ അരച്ചെടുത്താലുണ്ടല്ലോ മീൻകറി അടിപൊളിയാണ് കേട്ടോ. അങ്ങനത്തെ മീൻകറിക്കൊക്കെ ഇപ്പൊക്കെ നമ്മൾ മിക്സിയിലിട്ട് കറക്കുകയല്ലേ, വല്ലപ്പോഴും എന്നും പറയുന്നില്ല, വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും അറിയാൻ പറ്റും നമ്മൾ ഇതുപോലെ പണ്ട് അമ്മിക്കല്ലും ആട്ടുകല്ലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ, നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ പണ്ട് നിറയെ അമ്മിയിലും ഒക്കെ അരച്ച് കറിയൊക്കെ കഴിച്ചതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും ഇല്ലേ. അതുപോലെ മക്കൾക്കും എപ്പോഴെങ്കിലും എന്നല്ല എപ്പോഴെങ്കിലും ഇതുപോലൊക്കെ അമ്മിയിൽ അരച്ച് വെച്ച് കൊടുത്താലല്ലേ അവർക്ക് നല്ല ഇഷ്ടവും. അപ്പം ഞാൻ കണ്ടില്ല എന്തൊക്കെയൊക്കെയോ പുരമ്പുണ്ട് കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞതാണ്, വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് ലോങ് വീഡിയോ ആയിപ്പോയി. അപ്പോൾ അതിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് അങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടതാണ് കേട്ടോ. അല്ലാതെ എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് വെച്ചാൽ വീഡിയോ അങ്ങോട്ട് വലുതാവും, പിന്നെ നിങ്ങൾക്കും കണ്ട് ബോറടിക്കും. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അമ്മിയിലിട്ട് അങ്ങോട്ട് 4 മറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഉരുട്ടുക. അതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ കല്ലൊക്കെ ഒന്ന് കഴുകി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു പാത്രമൊക്കെ എടുത്തിട്ട് വരട്ടെ നമ്മുടെ തേങ്ങ അരപ്പൊക്കെ ആക്കി വെക്കാനായിട്ട്. എന്നിട്ട് ഇതാ നല്ല വെള്ളം കൊണ്ട് ആദ്യം ഇതുപോലെ കുറച്ച് കഴുകിയിട്ട് ഈ അമ്മിയിൽ വെള്ളവും കൂടെ എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ വേറെ വെള്ളം ഒഴിച്ചിട്ട് കഴുകി കളയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മുടെ തേങ്ങ അരയ്ക്കലും പരിപാടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് തേങ്ങ ചേർക്കുന്ന സമയത്ത് ആ വെള്ളമാണ് കേട്ടോ ചേർക്കണത്.
അപ്പോൾ അമ്മി കഴുകിയ വെള്ളവും ബാക്കി പുളിവെള്ളവും ഒക്കെ ചേർത്തിട്ട് അങ്ങനെ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരപ്പൊക്കെ റെഡിയാക്കി മീൻ കറിക്കുള്ള എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അരി വെന്തിട്ടില്ല കേട്ടോ, ചോറ് വെന്തിട്ടില്ല. ചോറ് വെന്ത് കിട്ടിയിട്ട് വേണം ഇനിയിപ്പോൾ മീൻ കറി അടുപ്പത്താക്കാൻ. അപ്പോൾ മീൻ കറിക്കുള്ളതെല്ലാം സെറ്റായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ, മീൻ നന്നാക്കിയതിൻ്റെയും നമ്മൾ ഇത്ര നേരം പെരുമാറിയ 1-2 പാത്രങ്ങളും പ്ലേറ്റുകളും കുഞ്ചിക്കണ്ണങ്ങളും സ്പൂണുകളും പറഞ്ഞ പോലെ ചെറിയ കുറച്ച് പാത്രങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ പാത്രം കഴുകലും തുണി തിരുമ്പലുമാണ് വീട്ടമ്മമാർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള പണി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് പാത്രം കഴുകണത് ഭയങ്കര പാടുള്ളൊരു പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് എന്താണ് അറിയുക ചെയ്യുന്നത്, പാത്രം കഴുകണത് ഒരു മടുപ്പില്ലാണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു സൂത്രപ്പണി ചെയ്യുന്നുണ്ട്. അത് ഞാൻ കുറേ ദിവസമായി നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് വിചാരിക്കുന്നു. പക്ഷെ ഇതുവരെ പറയാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ചെയ്യണത്, പ്ലേറ്റുകൾ ഒരു സെക്ഷൻ ആദ്യം കഴുകും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ചെറിയ ഗ്ലാസ്സുകൾ ഒരു ഐറ്റം കഴുകും. ഓരോ സാധനങ്ങളും, അതായത് ഓരോ ഐറ്റംസ് കുറേ കൂടുതലുള്ള സംഭവങ്ങളൊക്കെ അത് ആദ്യം കഴുകും. ഓരോ സെറ്റായിട്ടിട്ടാ. പ്ലേറ്റ് കഴുകുമ്പോൾ പ്ലേറ്റ് മാത്രം, ഗ്ലാസ് കഴുകുമ്പോൾ ഗ്ലാസ് മാത്രം, കരണ്ടി കഴുകുമ്പോൾ കരണ്ടി മാത്രം. അങ്ങനെ അവസാനം നമ്മൾ ചട്ടിയും കലവും പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ കഴുകും കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കഴുകിയെടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ ആകുമ്പോൾ ഒരു മലപ്പ് തോന്നും. ഇത് തേച്ചിട്ട ശേഷം അത് തേക്കുമ്പോൾ, ഇതിപ്പോൾ പ്ലേറ്റുകൾ മാത്രം തേക്കുമ്പോൾ അത് മാത്രം തിരഞ്ഞു പിടിച്ചിട്ട് അങ്ങനെ കഴുകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പാത്രം കഴിയണത് പോലെ തോന്നും. പിന്നെ ഒരു മടുപ്പില്ലാത്ത പോലെ തോന്നും കേട്ടോ. പക്ഷേ അത് എൻ്റെ കാര്യമാണ്, എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് തോന്നണമെന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ പാത്രം കഴുകി ബോറടിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. ആദ്യം നമ്മൾ പ്ലേറ്റൊക്കെ കഴുകുക, ഞാൻ പറഞ്ഞതുപോലെയൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഒരു ബോറടി അവിടെ ഒഴിഞ്ഞ് കിട്ടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പ്ലേറ്റ് കഴുകണതിനെ കുറിച്ചൊക്കെ വർണ്ണിച്ച് കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കൂട്ടാൻ വെക്കാൻ പോവാണ്. ചോറൊക്കെ വെന്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വാർത്ത് വെച്ചു. പിന്നെ അതേ അടുപ്പിൽ നമ്മൾ കൂട്ടാൻ പാത്രം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടി പരന്ന ചട്ടി ആക്കാൻ പറഞ്ഞിട്ട് കുറേ പേര് അഭിപ്രായം പറയുന്നുണ്ട്. ചേച്ചി ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അനീതി എനിക്ക് കാണാൻ പറ്റില്ല, മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണാൻ പറ്റുന്നില്ല, അതിൽ കുടുക്ക് ചട്ടി ആയതുകൊണ്ടേ. അപ്പോൾ ഉരുളിമണ്ടയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ലേ. ഉരുളിമണ്ട എന്ന് പറയുമ്പോൾ പരന്ന ചീനച്ചട്ടി പോലത്തെ അതാവുമ്പോൾ കാണാനായിട്ട് പറ്റില്ലേ. അപ്പോൾ അത് എന്തായാലും എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അത് മൂട് ചിന്നിയിട്ട് അവിടെ കിടക്കുകയാണ് കേട്ടോ. എണ്ണയൊക്കെ ഒഴിച്ചാൽ താഴെ പോവും. അപ്പോൾ ഇനിയിപ്പോൾ വരുമ്പോൾ ഒന്ന് വാങ്ങിക്കണം, മീൻ ചട്ടി വാങ്ങിക്കണം, കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ പതിവ് പോലെ തന്നെ മീൻ കറിയൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മീൻ കറിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. എണ്ണയൊഴിച്ച് ഉലുവയിട്ട് പൊട്ടിച്ച് ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് അത് വഴണ്ട് വരുന്ന സമയത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. ഇത്തിരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഈ മീൻ കറിയിൽ ഈ മുളക് ഇങ്ങനെ മേലെ പാറി നിൽക്കുന്നത് ഇഷ്ടമാണ്. നമ്മൾ തേങ്ങൻ്റെ കൂടെ അരച്ചിട്ടുണ്ട്, അതുകൊണ്ട് എരിവിനുള്ള മുളക് അതിലുണ്ട്. പക്ഷേ ഇങ്ങനെ പാറി നിൽക്കണമെങ്കിൽ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയിട്ട് വഴറ്റിയതിന് ശേഷം പുളിവെള്ളമൊക്കെ ഒഴിച്ച് അത് നല്ലോണം അങ്ങോട്ട് തിളച്ച് വരുന്ന സമയത്ത് മീനിട്ട് കൊടുക്കുക. അതൊന്ന് ചെറിയ തീയിലിട്ട് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ തേങ്ങയും കൂടെ അവസാനം ചേർത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ചാൽ നമ്മുടെ അടിപൊളി മത്തിപ്പുളി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഞാൻ മീൻ കറി വയ്ക്കുന്നത്. കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോണത്, അത് ശീലമായിപ്പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയും നനയൊക്കെ കഴിഞ്ഞ് മീനൊക്കെ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ചാരുമോൾ സ്കൂൾ വിട്ട് വന്നതും വേഗം അടുത്ത ബസ്സിൽ തന്നെ ഡാൻസ് ക്ലാസ്സിന് പോകും. അപ്പോഴേക്കും അവൾ വരുമ്പോഴത്തേക്കും മീനൊക്കെ വറുത്ത് ചോറൊക്കെ വിളമ്പി പ്ലേറ്റിൽ വെക്കണം. അപ്പോൾ എന്തായാലും ഞാൻ മീനെ ഒന്ന് വറുക്കട്ടെ. അപ്പോൾ ഉച്ചനേരത്തേക്കുള്ള വിശേഷങ്ങളൊക്കെ അതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിപ്പം നമ്മൾ വൈകുന്നേരം ഏട്ടൻ വന്ന ശേഷം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ പോകുമ്പോൾ തന്നെ കുറേ ഐറ്റംസൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോരാത്തതിന് ലിസ്റ്റൊക്കെ ഇട്ടിട്ട് വാട്സപ്പിൽ നമ്മൾ അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. എന്താ കാലം പോണ പോക്ക് ഇല്ലേ. വാട്സപ്പിലാണ് ഇപ്പോൾ ലിസ്റ്റൊക്കെ അയക്കൽ. കാരണം ലിസ്റ്റ് നമ്മൾ എഴുതി വെച്ചാൽ അത് എടുക്കാൻ മറന്നിട്ട് പോകും. ഇതാകുമ്പോൾ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ പലചരക്ക് സാധനങ്ങളൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. മക്കൾക്കുള്ള മാഗിയും. അപ്പോൾ ഇതൊന്നും പറയാത്ത കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പറയാത്തതും കുറച്ച് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് മറവിയുള്ളത് ഏട്ടൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ.
പിന്നെ നമ്മളിതാ സ്റ്റാർ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. ഡിസംബർ 1 വൈകുന്നേരം ആയപ്പോൾ സ്റ്റാർ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിള്ളേർ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ, ഡിസംബർ ആയിട്ട് വേണം സ്റ്റാർ കെട്ടണമെന്നും പറഞ്ഞിട്ട്. ഇതിപ്പോൾ പഴയ സ്റ്റാറാണ്, കഴിഞ്ഞ കൊല്ലം മേടിച്ചതാണ്. അപ്പോൾ അതന്നെ ഇക്കൊല്ലവും അത് കെട്ടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ ദാ മരത്തിൻ്റെ മേലെ കൂടെ ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്തു മാസത്തിലെ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് നമ്മൾ സ്റ്റാറും കൂടെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടില്ലേ സ്റ്റാർ? പഴയ സ്റ്റാറാണ്, എന്നാലും ഇത് വെച്ച് ഒപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഏട്ടൻ പുതിയത് വാങ്ങിക്കണം പറഞ്ഞു. എന്തായാലും ഈ ഒരു സ്റ്റാർ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ അത് മതി എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ വിലക്കി കേട്ടാ. അപ്പോൾ എന്തായാലും ആ സ്റ്റാറൊക്കെ കെട്ടി, ഇന്നലെ കെട്ടിയതാണ്. ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോയിലാണ് കേട്ടോ ഉൾപ്പെടുത്തിയത്. അങ്ങനെ വൈകുന്നേരത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അടുക്കളയിലെ പാത്രങ്ങളെല്ലാം ഒഴിച്ച് കഴുകി എല്ലാം അങ്ങോട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് തിണ്ടൊക്കെ ഒന്ന് തുടച്ച് വിട്ടു കേട്ടോ. താഴെ ഒന്നും തുടച്ചിട്ടില്ല, തിണ്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടു. ഇനിയിപ്പോൾ നാളെ രാവിലെ ഇത്തിരി നേരത്തെ എണീക്കണം, ഞായറാഴ്ചയാണ്. അപ്പോൾ നാളെ രാവിലെ ക്ലാസ്സിന് പോകണം. അതുകൊണ്ട് തന്നെ നാളെ സമയം ഉണ്ടാവില്ല ഒന്നിനും. അപ്പോൾ തലേദിവസം പറ്റണ പണിയൊക്കെ ഇത്തിരി ഒരുക്കി വെച്ചാൽ സമാധാനമായിട്ട് അങ്ങോട്ട് എണീക്കാമല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ അടുക്കളയും വൃത്തിയാക്കിയിട്ടു. ഇനിയിപ്പോൾ വേഗം തന്നെ സമയം കളയാണ്ട് ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ചാച്ചുറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ലൈറ്റൊക്കെ ഓഫാക്കി ഇനിയിപ്പോൾ അടുക്കള വാതിൽ അടയ്ക്കുകയാണ്. അപ്പോൾ ഈ അടുക്കള വാതിലിനെ പറ്റിയിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വാതിൽ നല്ല ഇഷ്ടമായി, പഴയ മോഡൽ വാതിൽ നല്ല ഇഷ്ടപ്പെട്ടു ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ വാതിലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാതിലാണിത്. അങ്ങനെ നമ്മുടെ അടുക്കളയൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഉറങ്ങട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ കുറേ പേർക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അതൊന്നുകൂടെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.